കഴിഞ്ഞ ഭരണ കാലയളവ് കൊണ്ട് ഒരുപാട് ഭരണവിരുദ്ധ നിലപാടുകളാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. എന്നാലും വീണ്ടും ഭരണത്തിൽ വരുമെന്ന് എങ്ങനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ കഴിയുന്നുവെന്ന് മനസ്സിലാകുന്നതേയില്ല. സ്വന്തം കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും കോൺഗ്രസിനെ വിമർശിക്കുന്നതിലും കളിയാക്കുന്നതിലും മാത്രം യാതൊരു കുറവുമില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതുമില്ല. ഇപ്പോഴിതാ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും പിണറായിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കനുകൂലു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല വിധിയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ കളിയാക്കിക്കൊണ്ടാണ് മന്ത്രി റിയാസ് രംഗത്ത് വന്നത്. അതായത് കനുകൂലുവല്ല, ഏത് കോലു വന്നാലും ജനങ്ങളുമായുള്ള ബന്ധമാണ് പ്രധാനമെന്നും നാട്ടിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് താൻ മുന്നേറുന്നതെന്നുമാണ് റിയാസ് പറയുന്നത്. കനുകൂലു അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അയാളുടെ കഞ്ഞികുടി മുട്ടിക്കാൻ ഞാനില്ല എന്ന് മന്ത്രി റിയാസ് പറഞ്ഞു. സത്യത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ഉപദേശകനായ സുനിൽ കനുകൂലു കോൺഗ്രസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണ്. മുഴുവൻ സമയ കോൺഗ്രസുകാരനായ ഒരാൾ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് പാർട്ടിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ പറയുന്നതിൽ മറ്റു പാർട്ടിക്കാർ ഇത്ര അസ്വസ്ഥരാകേണ്ടത് എന്തിനാണെന്ന് മനസ്സിലാകുന്നതേയില്ല. വയനാട്ടിലെ കോൺഗ്രസ് നേതൃയോഗത്തിൽ വന്ന് കോൺഗ്രസിന്റെ ചില മുന്നേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞതോടെയാണ് റിയാസ് ആകെ അസ്വസ്ഥനായത്. ഇതിൽ കോൺഗ്രസ് നേതൃത്വം ആകെ കലിപ്പിലായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസും UDFും ആദ്യം നോട്ടമിട്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസിനെ തന്നെയാണ്. റിയാസിനെ തോൽപ്പിച്ചു വിടും എന്നുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് UDFും കോൺഗ്രസും ഇപ്പോൾ. ആ നിയോഗം ഏറ്റെടുക്കാൻ PV അൻവറിനെയാണ് കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ പിണറായിസവും അതുപോലെ മരുമോനിസവും തകർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. പിണറായിയുടെയും റിയാസിന്റെയും അവിശുദ്ധ ബന്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അഴിമതി തട്ടിപ്പുകൾ തുറന്നു കാണിച്ച ഒരു നേതാവായിരുന്നു PV അൻവർ. അങ്ങനെ ഒരു നേതാവ് ഉള്ളപ്പോൾ റിയാസിനെതിരെ നിർത്താൻ അൻവറിനേക്കാൾ മികച്ച മറ്റൊരു നേതാവില്ലെന്ന് തന്നെ പറയാം. ബേപ്പൂർ എന്നത് ഇപ്പോഴും CPMനൊപ്പം നിൽക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ മരുമകനു വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചതായിരുന്നു പിണറായി വിജയൻ. അവിടെ മത്സരിച്ച് ജയിച്ച അപ്പാടെ തന്നെ മന്ത്രിയുമാകും, അതും PWDയും ടൂറിസവും നൽകിക്കൊണ്ട് തന്നെ. എന്നാൽ ഇനി ബേപ്പൂർ മണ്ഡലം റിയാസ് സ്വപ്നം പോലും കാണണ്ട എന്നാണ് മണ്ഡലത്തിലുള്ളവർ തന്നെ പറയുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച PM നിയാസ് ജനസമ്മതിയുള്ള ആളൊന്നുമല്ല. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ വാർഡിൽ പോലും തോറ്റു തൊപ്പിയിട്ട നേതാവാണ് PM നിയാസ്. ആ നിയാസ് ആയതുകൊണ്ടാണ് റിയാസ് മരുമോന് വലിയ വിജയം ലഭിച്ചത്. എന്നാൽ PV അൻവർ എത്തുന്നതോടെ കളി മാറി. ഇത് PV അൻവർ ആണ്. അതുകൊണ്ട് മാനവും മര്യാദയും പോകാതിരിക്കാൻ റിയാസിന് ബേപ്പൂരിൽ മത്സരിക്കേണ്ടതിന് വരും. അത് ഒരു ചാൻസായി മാറുന്ന അൻവറിനെ കാത്തിരിക്കുന്നത് വലിയ വിജയം തന്നെയായിരിക്കും. അത് ബേപ്പൂർ നിവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും.